ഒരു കോട്ട് ധരിച്ചുകൊണ്ട് ഒരു കലൻസുവത്തും തുർക്കി തൊപ്പി ധരിച്ച് ഒരു കൊമ്പ മീശയുള്ള ആരും കണ്ടാൽ ഭയപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്രകൃതിയായിരുന്നു മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ട് നേരിട്ട് അവനോട് എന്താണ് നീ പറഞ്ഞത് ചോദിച്ചിട്ട് അവനോട് അവന വസ്ത്രത്തിൽ മൂത്രയിച്ചു പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ സുന്നത്ത് ജമാഅത്ത് വിശദീകരിച്ചുകൊണ്ട് 3 ദിവസം അവിടെ വയല് പറഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വന്നതെന്ന് വലിയമ്മ പറയാറുണ്ട്. ഇവരിങ്ങനെ പോകുമ്പോൾ നരിയോട് പറഞ്ഞു, ഇനി എന്തിനാ വന്നത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ചെയ്തോളൂ, ഇനി പോയിക്കോന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തോളാം, ഇനി പോയിക്ക്, ഇനി എന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞത്. ഈ നേരെ മുന്നിൽ പറമ്പ് സംഭവം പറഞ്ഞു. മഹാനായ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ പിതാവും വലിയ സൂഫി വര്യനും വലിയുമായ കുഞ്ഞിമാഹിങ്കോയ മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ 88ാമത് ആണ്ട് നേർച്ചയിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അവിടുത്തെ പൊരുത്തം നൽകുമാറാവട്ടെ. അവിടത്തോടുകൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനവറുകൾ വലിയ ആലിമും മുദരിസും വാഴിതുമായിരുന്നു. പ്രത്യേകിച്ച് ഈ നാടിൻ്റെ ഒരു നെടുന്തൂണായി ഒരുപാട് കാലം ഇവിടുത്തെ ഖാദിയും അതുപോലെ മുദരിസും നാട്ടിലെ കാരണവർ എന്ന നിലയിലൊക്കെ ഒരുപാട് കാലം നേതൃത്വം നൽകി. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ ഇൽമിനെ അങ്ങേയറ്റം ബഹുമാനിച്ച കാരണത്താൽ നമ്മുടെ മജ്ലിസ് അൽഹംദുലില്ലാഹ് ഉസ്താദുമാരും സയ്യിദന്മാരും മുത്തഅല്ലിമീങ്ങളും ഒരുപാട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. ഒരുപാട് സയ്യിദന്മാർ നമ്മുടെ മജ്ലിസുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അള്ളാഹു കബൂലാക്കി തരുമാറാവട്ടെ. ഒരുപാട് ഉസ്താദുമാർ മുത്തഅല്ലിമീങ്ങൾ എല്ലാവർക്കും ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരുപാട് കാലം ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. സിയമിലുല്ലാഹിയുടെ പിതാവ് ഇൽമിനെ അങ്ങേയറ്റം ബഹുമാനിച്ച കാരണത്താൽ ഇവിടെ വെച്ച് മുമ്പ് 40ഓളം കുട്ടികൾക്കൊരു ദർസ് നടത്തിയിരുന്നു എന്ന് വലിയമ്മ പറയാറുണ്ടായിരുന്നു. ആ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ഏതാണ്ട് 9ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ദർസ് ഇവിടെ നടന്നു വരുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുപോലെ മഹാനവറുകൾ ദീനിൻ്റെ കാര്യങ്ങളിൽ എല്ലാം വളരെ മുറുകെ പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അഥവാ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച വിശ്വാസം അഥവാ ബിദ്അത്തിന്റെ ആളുകളുമായി വലിയ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയായിരുന്നു. ഒരിക്കൽ വലിയമ്മ പറയുകയുണ്ടായി, മോയിക്കൽ എന്ന് പറയുന്ന 6ാം മൈലിസ് എന്ന് പറയും പഴയ ഭാഷയിൽ, മോയിക്കൽ വെച്ചിട്ട് ഒരു പുത്തനാശയക്കാരന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയൊന്നും ഇസ്ലാമിൽപ്പെട്ടവരല്ല എന്ന് പ്രസംഗിച്ചു എന്ന് സിമിലുള്ളാഹിയുടെ ഉപ്പ കേട്ടു. അങ്ങനെ നേരെ അവിടെ ചെന്നു. അഥവാ മഹാനവറുകളുടെ വസ്ഫ് നമ്മൾ മൗലിദ് കിതാബിൽ നമ്മൾ പറയുന്നത് ചെറിയൊരു കുറുവടി കയ്യിൽ ഒരു കോട്ട് ധരിച്ചുകൊണ്ട് ഒരു കലൻസുവത്തും തുർക്കി തൊപ്പി ധരിച്ച് ഒരു കൊമ്പ മീശയുള്ള ആരും കണ്ടാൽ ഭയപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്രകൃതിയായിരുന്നു മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മളെ ഷർഫുദ്ദീൻ മാഷ് ചോദിച്ചിരുന്നു, അവരുടെ ഒരു തുർക്കി തൊപ്പി ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ചെറുപ്പകാലത്ത് കണ്ടിരുന്നു, അത് പിന്നെ നഷ്ടപ്പെട്ടു, കാലപ്പഴക്കം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നു, അൾമാരിയിൽ ഉപ്പയുടെ ഇതിലുണ്ടായിരുന്നു. കുറേ കാലത്തിൻ്റെ എത്രയോ വർഷങ്ങൾ ആയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. നല്ല പിന്നെ ഒരു ചുവന്ന കളറിലുള്ള ഒരു വാലൊക്കെ ഉള്ള തുർക്കി തൊപ്പി എന്ന് പറയുന്ന രൂപത്തിലുള്ള, കണ്ടാലൊരു ഹൈബത്തും വഖാറും തോന്നിക്കുന്ന രൂപത്തിലുള്ള നമ്മളെ ACS വീര മുസ്ലിയാർ ഇത് ഉപരി ധരിക്കലുണ്ടായത്. അങ്ങനത്തെ ആ ഒരു ശൈലിയിലുള്ള തൊപ്പിയായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു വിദഗ്ധക്കാരനെ അങ്ങനെ പ്രസംഗിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് ഉമ്മയോട് പറഞ്ഞു. അങ്ങനെ നേരെ ഉപരി അവിടെ പോയിട്ട് നേരിട്ട് അവനോട് എന്താണ് നീ പറഞ്ഞത് ചോദിച്ചിട്ട് അവനോട് അവന വസ്ത്രത്തിൽ മൂത്രയിച്ചു പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ സുന്നത്ത് ജമാഅത്ത് വിശദീകരിച്ചുകൊണ്ട് 3 ദിവസം അവിടെ വയല് പറഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വന്നതെന്ന് വലിയമ്മ പറയാറുണ്ട്. അപ്പം അങ്ങനെ വളരെ ധൈര്യസമേതം എല്ലാം ആരെ മുന്നിലും മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ നേരത്തെ സൂചിപ്പിച്ച പോലെ അതുപോലെ എല്ലാവരുടെ മുന്നിലും ധൈര്യസമേതം എന്ത് കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലിയായിരുന്നു. അപ്പോൾ ഒരു മൗലിദ് പറയുന്നുണ്ട്, ഒരു നരി വന്ന സംഭവം പറയുന്നുണ്ട് അടുത്ത പറമ്പിൽ, നേരെ മുന്നിൽ പറമ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു നരി ഇങ്ങനെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ വാലിങ്ങനെ നിലത്തിട്ടിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ചെരക്കല്ലിൽ ഇങ്ങനെ വാലടിച്ച്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സംഭവം പറയുന്നത്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു
ഇളനീരും ഒരു അബിലും തൊണ്ടബിലും എന്ന് പറയും, നേർച്ച കൊടുക്കാൻ വേണ്ടി ഒരാൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു. പക്ഷെ തിരക്ക് കാരണം നേർച്ച കൊടുക്കാൻ കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോൾ ഒരു നരി, അതിൻ്റെ അലി റളിയല്ലാഹുവിൻ്റെ ഇതിൽപ്പെട്ടെ ഹൈദർ എന്ന് പറയും, അതിൽപ്പെട്ടെ ഒരു ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോൾ നരിയോട് പറഞ്ഞു, ഇനി എന്തിനാ വന്നത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ചെയ്തോളൂ, ഇനി പോയിക്കോന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തോളാം, ഇനി പോയിക്ക്, ഇനി എന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞത്. ഈ നേരെ മുന്നേ പറമ്പ് സംഭവം പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാവ്യക്തിത്വമാണ്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഞാനൊക്കെ ചെറുതായ കാലത്ത് 3 ചാക്ക് അരിയുടെ പരിപാടി അങ്ങനെ അത്രയാണ്. ഇപ്പോൾ ഏതാണ്ട് 50, 60, 65 ചാക്ക് അരിയുടെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി. അള്ളാഹു ഇതൊക്കെ അവരുടെ പൊരുത്തത്തിന് കാരണമാക്കി തരട്ടെ.